നമസ്കാരം. നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുന്ന വാർത്തകളാണ് വരുന്നത്. ഇന്ന് കോയമ്പത്തൂരിലെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് പോകേണ്ടിയിരുന്ന ബോബിയെ വയനാട്ടിലെ അയാളുടെ എസ്റ്റേറ്റിൽ നിന്നും എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിയമം കൃത്യമായി നടപ്പാക്കപ്പെടുന്നു എന്നത് സന്തോഷകരം തന്നെയാണ്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കരുത്തനായ ഒരു വ്യക്തിക്കെതിരെ നിയമം ഇത്രയും കൃത്യമായി നീങ്ങുന്നു എന്നത് ഇവിടെയുള്ള ഒരു പൗരൻ എന്ന നിലയിൽ അഭിമാനിക്കാവുന്ന സംഗതിയാണ്. സ്ത്രീകളെ അവഹേളിക്കുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ എന്തോ വലിയ തമാശയാണ്, മാസാണ് എന്നൊക്കെ കരുതി അശ്ലീല കമന്റ് അടിക്കുന്നവർക്ക് കർശനമായ ഒരു താക്കീത് കൂടിയാകും ഇത് എന്ന് കരുതാം. എന്നാൽ ഇപ്പോഴും ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കുന്ന, ഇരയെ അവഹേളിക്കുന്ന ഒരു കൂട്ടത്തെയും ഇവിടെ കാണാം. ബോബി ചെയ്തതിൽ എന്താണ് തെറ്റ്? ഇരയുടെ വസ്ത്രധാരണത്തിനെതിരെ കേസെടുക്കണ്ടേ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. ഏതൊരു ലൈംഗികാതിക്രമ കേസുകളിലും ഇരകളെ അധിക്ഷേപിച്ചെത്തുന്ന ഒരു ചെറുതല്ലാത്ത ആൾക്കൂട്ടം ഉണ്ടാകും. അവനാണ് സത്യത്തിൽ ഇത്തരം വേട്ടക്കാർക്ക് പ്രചോദനം ഉണ്ടാക്കുന്നത്. കൂടുതൽ വേട്ടക്കാരെ സൃഷ്ടിക്കുന്നതും ഇവർ തന്നെയാണ്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്ന ഒരു സ്ത്രീ, അതല്ലെങ്കിൽ രാത്രി സമയത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു സ്ത്രീ, ഇൻഡിപെൻഡന്റ് ആയി ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീ, അതല്ലെങ്കിൽ ദൂരെയുള്ള ഏതെങ്കിലും കോളേജിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഹോസ്റ്റലിലോ PGയിലോ ഒക്കെ താമസിക്കുന്ന ഒരു പെൺകുട്ടി, അതല്ലെങ്കിൽ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ചെയ്ത് റീൽസുകളൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ, ഇവരെല്ലാം ലൈംഗികാതിക്രമത്തിന് ഇരകളാക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ചിന്ത, അവർ അതിനർഹരാണ് എന്നുള്ള മനോഭാവം, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഡൽഹിയിലെ നിർഭയ സംഭവം ഉണ്ടായപ്പോൾ പ്രതികൾ ചെയ്ത അത്യന്തം ക്രൂരമായ കൃത്യത്തെക്കുറിച്ച് ഒട്ടും വേവലാതിപ്പെടാതെ, അതിലൊട്ടും അല്ലലില്ലാതെ, എന്തിനാണ് ഒരു പെൺകുട്ടി രാത്രി സമയത്ത് ആൺ സുഹൃത്തിനൊപ്പം സിനിമയ്ക്ക് പോയത് എന്ന് ചോദിക്കുകയും അത് പോലീസ് അന്വേഷിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇവിടെയുണ്ട്. പിന്നീട് ഇങ്ങോട്ട് നോക്കുക, അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ നടന്ന ലൈംഗികാതിക്രമത്തിലും കുറ്റം പെൺകുട്ടിക്ക് തന്നെയാണെന്ന് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ ആളുകളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഹരിയാനയിലെ റേപ്പ് കൾച്ചറിനെ കുറിച്ച് കിൻഡ് തയ്യാറാക്കിയ ഒരു വീഡിയോ ഡോക്യുമെന്ററി ഉണ്ട്. 6 വർഷങ്ങൾക്ക് മുമ്പ് അവർ ചെയ്ത ഒരു വീഡിയോ യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. 13-14 വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായാൽ അത് റേപ്പായി കരുതാനാകില്ലെന്നും, ജീൻസ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടി കരുതിക്കൂട്ടി ആണുങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അങ്ങനെ ഒക്കെ വസ്ത്രം ധരിക്കുകയാണെന്നും, അതുകൊണ്ട് തന്നെ ജീൻസ് ധരിച്ച പെൺകുട്ടിയെ, അതല്ലെങ്കിൽ മോഡേണായി വസ്ത്രം ധരിച്ച പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊക്കെയാണ് അവിടെയുള്ള ആളുകൾ ആ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ നടന്നാൽ, അതായത് റേപ്പ് നടന്നാൽ കുറ്റക്കാരി പെൺകുട്ടിയാണ് എന്നാണ് അവരുടെ വിധി. ഇതൊന്നും പറയുന്നത് കിളവന്മാരോ അമ്മാവന്മാരോ അല്ല, സ്കൂളിൽ പഠിക്കുന്ന ചെറിയ ആൺകുട്ടികൾ പോലും ഇക്കാര്യം പറയുകയാണ്. വളരെ ഷോക്കിംഗ് ആയ ഒരു വീഡിയോ ആണ്. യൂട്യൂബിൽ തിരഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. എന്തായാലും ഇതിൽ നിന്നും വലിയ മാറ്റമൊന്നും മലയാളിക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വേട്ടക്കാർക്ക് അനുകൂലമായി ഹരിയാനക്കാർ ഗാപ്പ് പഞ്ചായത്തുകൾ വഴി വിധി പറയുമ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിലും മറ്റും വരുന്ന മലയാളികൾ വേട്ടക്കാരന് ഓശാന പാടുകയാണ്. അത്രേ വ്യത്യാസമുള്ളൂ. ഒരു നടി, അതല്ലെങ്കിൽ ഒരു സ്ത്രീ ധരിക്കുന്ന വേഷത്തിനനുസരിച്ച്, അവർ പുറത്തിറങ്ങുന്ന ചുറ്റുപാടിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് അവരെ ആക്രമിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ ചോദിക്കുന്ന നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ ഊൺമേശയിലും TV-ക്ക് മുന്നിലും ഫേസ്ബുക്കിലും ഒക്കെ നടത്തുന്ന ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആൺകുട്ടികൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടാകും. അതിലൊന്നും തെറ്റില്ല എന്ന ബോധം അവരിൽ വളരും. അവർ നാളെ ഒരു പെൺകുട്ടിയോട് അങ്ങനെയൊക്കെ ചെയ്യാനും ചിലപ്പോൾ ആജീവനാന്തം ജയിലിൽ പോകാനും വരെ ചാൻസ് ഉണ്ട്. മക്കൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ, കള്ളു കുടിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ. നിങ്ങൾ പകർന്നു കൊടുക്കുന്ന പിന്തിരിപ്പൻ ആശയങ്ങൾ അവരെ കുറ്റവാളികളാക്കുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം. കുറെ കാലമായി സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന വിലാപമാണ്, ഇവിടെ ആർക്കും പെണ്ണ് കിട്ടുന്നില്ല, പെണ്ണുങ്ങളൊന്നും കല്യാണത്തിന് സമ്മതിക്കുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഒരു സോകോൾഡ് അറേഞ്ച്ഡ് മാരേജിനൊന്നും ആരും നിൽക്കുന്നില്ല എന്നൊക്കെയുള്ള ഓരോ വിലാപങ്ങൾ. അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂരിന് ജയ് വിളിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കാരണം. അങ്ങനെയുള്ളവർക്കൊപ്പം എങ്ങനെയാണ് ഒരു പെണ്ണ് ജീവിക്കാൻ തയ്യാറാവുക? ചെറുപ്പക്കാർ കേരളം വിടുന്നതിന് കാരണമായി വികസനക്കുറവ്, സർക്കാർ നയങ്ങൾ എന്നിങ്ങനെ
CI2കാരെ വരെ തെറി വിളിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. എന്നാൽ യുവാക്കൾ കേരളം വിട്ടുപോകുന്നതിന്റെ പ്രധാന കാരണം ഇത്തരം പിന്തിരിപ്പൻ ചിന്താഗതി തന്നെയാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് 2 ദിവസം ഇച്ചിരി വൈകി വന്നാൽ തന്നെ ആ പെണ്ണിന്റെ പോക്ക് ശരിയില്ലെന്ന് ഒബ്സർവ് ചെയ്തു പറയുന്ന നാട്ടുകാർ മുതൽ ഒറ്റയ്ക്കോ കൂട്ടമായോ ബീച്ചിലോ പാർക്കിലോ ഒരു ഇച്ചിരി ആശ്വാസത്തോടെ പോയിരുന്നാൽ അവിടെ ചോദ്യം ചെയ്യാനെത്തുന്ന സംസ്കാര സമ്പന്നരെ വരെ ബുദ്ധിമുട്ടിയും പൊറുതിമുട്ടിയുമാണ് അവർ നാടുവിടുന്നത്. ഈ ബോച്ചയെ അനുകൂലിച്ച് വേറെ ഒരു ടീം കൂടി എത്തിയിട്ടുണ്ട്. അവർ പറയുന്നത്, ഇതേ ടീം തന്നെ വേറൊരു വാദക്കാർ എത്തിയിട്ടുണ്ട്. അവർ പറയുന്നത്, മോഹൻലാൽ ഒരു സിനിമയിൽ ഹണി റോസിനോട് ഈ ഡയലോഗ് പറഞ്ഞില്ലേ, പിന്നെന്താ ബോച്ച പറഞ്ഞാൽ പണ്ട് കൂടെ അഭിനയിച്ച ജയസൂര്യക്കെതിരെ കേസ് കൊടുക്കുമോ എന്നൊക്കെയാണ് ഇവരുടെ വാദം. ആധുനിക സാംസ്കാരിക അമ്മാവനായ രാഹുൽ ഈശ്വറാണ് ഇത് ആദ്യമായി മനോരമ ന്യൂസ് ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞത്. അത് ഉടൻ തന്നെ ഇവർ ഏറ്റെടുത്ത് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരക്കാരോട് ഒന്നേ പറയാനുള്ളൂ, ഇപ്പോൾ വിജയകരമായി തിയേറ്ററിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന മാർക്കോ എന്ന സിനിമയിൽ ഒരു കുട്ടിയെ കൊന്ന് കെട്ടിത്തൂക്കുന്നു, പലരെയും അതിക്രൂരമായി കൊല്ലുന്നു. സിനിമയിൽ അവർക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊല്ലപ്പെട്ടതുകൊണ്ട് അവരെയൊക്കെ നമുക്ക് നേരിട്ട് പോയി കൊല്ലാൻ പറ്റുമോ? വെളിവും ബോധവും ഇല്ലാതെ ഈ കൂട്ടർ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ബോച്ചയ്ക്ക് ജയ് വിളിക്കുകയും ഹണി റോസിനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനും ഈ രാജ്യത്തെ നിയമം അനുവദിക്കുന്ന എന്ത് തൊഴിൽ ചെയ്യാനും ഏത് സമയത്തും ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇക്കാര്യം നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക, പ്രത്യേകിച്ച് നിങ്ങളുടെ ആൺകുട്ടികളെ. അങ്ങനെ ഒരു സ്ത്രീ ചെയ്യുന്നത് കണ്ടാൽ അവരെ കയറി പിടിക്കാനോ കമന്റ് അടിക്കാനോ അധിക്ഷേപിക്കാനോ ഉപദേശിക്കാനോ മതം പഠിപ്പിക്കാനോ ഒന്നും അവർക്ക് അവകാശമില്ലെന്ന് കൂടി അവരെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ അല്ലാതെ ചെയ്താൽ ജീവിതം ജയിലിലാകുമെന്ന് അവരോട് പറയുക. നിങ്ങളുടെ ജീവിതവും ചിന്താരീതിയും ഇങ്ങനെയായി, അതിനി മാറ്റാൻ കഴിയില്ല. വരുന്ന തലമുറയെങ്കിലും മനുഷ്യരായി ജീവിക്കട്ടെ. അതിനുള്ള ഒരു ബോധം ഉണ്ടാക്കാനെങ്കിലും ഹണി റോസിന്റെ ഈ നിയമ പോരാട്ടത്തിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. വാർത്താനെക്സിന്റെ വീഡിയോകൾ യഥാസമയം നിങ്ങളിലേക്കെത്താനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.